മലയാളത്തിലെ എക്കാലത്തിലും ശ്രദ്ധേയ ചിത്രങ്ങൾ ഒന്നായ കിരീടം റിലീസിന് ഒരുങ്ങുകയാണ്. ലോകദാസന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ റെസ്റ്റോവേഷൻ നടത്തിയ പതിപ്പാണ് തിയേറ്ററിലെത്തുന്നത്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തിയ 4K റെസ്റ്റോവേഷൻ മലയാളത്തിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും മികച്ച ഒന്നാണ്. ജൂലൈ 10-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഇപ്പോഴിതാ ഇന്നത്തെ പ്രേക്ഷകർക്ക് കൗതുകമുള്ള ഒരു കാര്യം പങ്കുവെക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഒരാളായ എൻ കൃഷ്ണകുമാർ, അതായത് കിരീടം ഉണ്ണി. ചിത്രത്തിന്റെ ബജറ്റും ബിസിനസ് സംബന്ധിച്ചുള്ള കണക്കുകളാണിത്. റിലീസിന് മുന്നോടിയായി കൊടുത്ത ഒരു അഭിമുഖത്തിൽ കിരീടം ഉണ്ണി ഇക്കാര്യങ്ങൾ പറയുന്നു. 23 ദിവസം കൊണ്ടാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പാലക്കാടാണ് ആദ്യം ലൊക്കേഷൻ ഫിക്സ് ചെയ്തത്. അതിന്റെ തയ്യാറെടുപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിലകൻ ചേട്ടന്റെ ഒരു ഇഷ്യൂ വന്നത്. തിലകൻ ചേട്ടൻ 2 പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് കുമാറിന്റെ ചാണക്യയിലും അശോകന്റെ വർണ്ണം എന്നുള്ള പടത്തിലും. അപ്പോൾ അവിടെ വന്ന് അഭിനയിക്കാൻ പറ്റില്ല, എന്നെ വിട്ടേക്ക്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും സിബിയും ലോഹിയും തീർത്തും പറഞ്ഞു, ചേട്ടൻ ഇല്ലെങ്കിൽ ഈ പടം ചെയ്യില്ല, മാറ്റിവെക്കാമെന്ന്. മറ്റൊരു സാധ്യത ഉണ്ടായിരുന്നത് ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന കഴിയുന്ന രീതിയിൽ കിട്ടുന്ന സമയത്ത് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കിരീടം ഉണ്ണിയുടെ വാക്കുകൾ. ഷൂട്ടിംഗ് തുടങ്ങി 23 ദിവസം കൊണ്ട് പൂർണ്ണമായി ഷൂട്ടിംഗ് ചെയ്തു. ആകെ ബജറ്റ് വന്നത് 23.5 ലക്ഷം രൂപയായിരുന്നു. അന്ന് ഔട്ട് റൈറ്റ്സ് കൊടുക്കണമായിരുന്നു. ഒരു എമൗണ്ട് വാങ്ങി പടം കൊടുക്കുകയാണ്. 34 രൂപ കിട്ടി നമുക്ക് അതിൽ നിന്ന്. ആ രീതിയിൽ പടം ഓടിയിട്ട് ലാഭമൊന്നും നമുക്ക് കിട്ടിയില്ല. നഷ്ടം വന്നാൽ അത് അവർ സഹിക്കണം. ലാഭം കിട്ടിയാൽ അത് അവർ വാങ്ങുന്നവർക്കാണ്. അതാണ് ഔട്ട്സൈഡ് ബിസിനസ്. കിരീടം ഉണ്ണി പറഞ്ഞ് അവസാനിച്ചു.